എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ. ഈ സ്വാതന്ത്ര്യദിനത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായി വന്ദേമാതരം പൂർണ്ണമായി അതിൻ്റെ 6 ഖണ്ഡങ്ങളും ചേർത്ത് ആലപിക്കുന്ന ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമാണെന്ന്. ഇതുമായി ബന്ധപ്പെട്ട് വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെ പുറത്തിറക്കിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ചടങ്ങുകളിൽ അത് മാൻഡേറ്ററിയാണ്. ഉദാഹരണത്തിന് രാഷ്ട്രപതി പങ്കെടുക്കുന്ന ചടങ്ങുകൾ, ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുകൾ, അതല്ലാതെ മറ്റ് സ്പെഷ്യൽ ഒക്കേഷനുകളിലും വന്ദേമാതരം ആലപിക്കണമെന്നും അത് എങ്ങനെയാണ് ആലപിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈനുകൾ എല്ലാ സർക്കാരുകൾക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് കേന്ദ്ര സർക്കാരിൽ നിന്ന് നൽകിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളും ഉണ്ടായി. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എത്രത്തോളം ആശയും ആവേശവുമാണ് നമ്മുടെ പൂർവികർക്ക് ഈ ഗാനം നൽകിയത് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. എന്നിട്ടും ഈ ഗാനത്തിനെ നിന്ദിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളാൽ, മതപരമായിട്ടുള്ള താല്പര്യങ്ങളാൽ പലരും ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇതിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകം ഈ ഗാനത്തിൻ്റെ ആദ്യത്തെ 2 ഖണ്ഡങ്ങൾ മാത്രമേ ആലപിക്കൂ എന്നുള്ള കോൺഗ്രസിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പൊസിഷനുണ്ട്. ആ പൊസിഷൻ ഇന്ന് കോംപ്രമൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനം. എന്തു വന്നാലും അത് മാത്രമേ ചെയ്യുകയുള്ളൂ എന്നൊക്കെ കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്നുവെങ്കിലും കോൺഗ്രസിന് ഭരണമുള്ള ഈ രാജ്യത്തെ 4 സംസ്ഥാനങ്ങളിൽ 3-ലും, കേരളം ഒഴികെ മറ്റ് 3-ലും കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പ്രകാരം ഈ ഗാനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള 6 ഖണ്ഡങ്ങളും പാടി എന്നുള്ളതാണ് പ്രധാനം. അതും അവിടുത്തെ മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ തന്നെ. തീർന്നില്ല, AICCയുടെ ആസ്ഥാനത്തുണ്ടായിരുന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിലും ഈ ഗാനം പൂർണ്ണമായിട്ട് ആലപിക്കപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് അവിടെ ചില പ്രശ്നങ്ങളൊക്കെ പിന്നീട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന തീട്ടൂരത്തിന് കോൺഗ്രസിൻ്റെ തന്നെ മുഖ്യമന്ത്രിമാർ എത്രത്തോളം വിലയാണ് കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇന്ന് രാജ്യം ഒട്ടാകെ കണ്ടു. ഇതിൻ്റെ വിശദ വിവരങ്ങൾ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ. നോക്കാം. ആദ്യം തന്നെ പറയാനുള്ളത് കേന്ദ്ര സർക്കാരിനോടുള്ള ആദരവാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്ന മറ്റൊരു ഗാനം വേറെ ഉണ്ടായിരുന്നില്ല. വന്ദേമാതരം നമ്മുടെ പഴയ തലമുറയിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ അവരുടെ ആശയും ആവേശവുമായിക്കൊണ്ട് അവരുടെ ഉള്ളിൽ ദേശസ്നേഹത്തിനെ ജ്വലിപ്പിച്ച ഒരു ഗാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ഗാനമായിട്ട് ഡിസേർവിംഗ് ആയിരുന്ന ഒരു ഗാനമായിരുന്നു വന്ദേമാതരം എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. ഈ ഗാനം 1896-ൽ ആദ്യമായി ഒരു കോൺഗ്രസിൻ്റെ സെഷനിൽ രവീന്ദ്രനാഥ ടാഗോർ പാടിയതിന് ശേഷം ഏതാണ്ട് 40 വർഷത്തോളം ഈ പാട്ട് ഒന്നിച്ചു പാടുന്നതിന്, പൂർണ്ണമായി പാടുന്നതിന് ഹിന്ദുക്കൾക്കോ മുസ്ലിങ്ങൾക്കോ ഒന്നും തന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ അതിശക്തമായിട്ടുള്ള നിരോധനം നിലനിൽക്കുന്ന സമയത്തും 1900-കളുടെ ആദ്യകാലത്ത് ബരിസാളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തോളോട് തോൾ ചേർന്നാണ് ബ്രിട്ടനെതിരെ ഈ ഒരു ഗാനം ആലപിക്കുന്നതും അറസ്റ്റ് വരിക്കുന്നതും. എന്നാൽ പിന്നീട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിക്കപ്പെടണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്ന ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ ഈ ഗാനത്തിലുള്ള പല ബിംബങ്ങളും അവരുടെ മത താല്പര്യത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടാണ് കുത്തിത്തിരിപ്പ് തുടങ്ങിയത്. അതിനെ തുടർന്ന് മുസ്ലിം ലീഗിനെ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഒപ്പം നിർത്തുന്നതിന് വേണ്ടി അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ഒരു കോംപ്രമൈസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗാനത്തിൻ്റെ 6 ഖണ്ഡങ്ങളിൽ പ്രകൃതി വർണ്ണന മാത്രം അടങ്ങിയിരിക്കുന്ന ആദ്യത്തെ 2 ഖണ്ഡം ഔദ്യോഗികമായിട്ട് സ്വീകരിക്കാനും അതിനെ ദേശീയ ഗീതമാക്കുന്നതിനും കോൺഗ്രസ് തീരുമാനിച്ചത്. അത് പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും അതേപടി തന്നെ നടപ്പാക്കപ്പെട്ടു. നമ്മുടെ രാജ്യത്തിനെ ഒരേ സമയം അമ്മയായിട്ടും ആ നിർമ്മല ഭാവങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ദേവതയായിട്ടും ഒക്കെ തന്നെ കരുതുന്നു. അതിനോടൊപ്പം തന്നെ എല്ലാവിധ പ്രഹരശേഷിയുമുള്ള ഉഗ്രരൂപിണിയായിട്ടും നമ്മുടെ രാജ്യത്തിന് മാറാൻ കഴിയും എന്നുള്ള ഒരു സന്ദേശമാണ് വന്ദേമാതരം സത്യത്തിൽ ബ്രിട്ടീഷുകാർക്ക് കൊടുത്തിരുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മാവായിരുന്ന ഭാഗത്തിനെ മാറ്റിയതിന് ശേഷമാണ് അതിനെ നമ്മൾ ദേശീയ ഗീതമാക്കുന്നത്. ആ ഒരു ചരിത്രപരമായിട്ടുള്ള നീതികേടാണ് ആ ഗാനത്തിൻ്റെ രചനയുടെ 150-ാമത്തെ വാർഷിക വർഷത്തിൽ കേന്ദ്ര സർക്കാർ തിരുത്തുന്നത്. അത് കോൺഗ്രസിനുള്ള വലിയൊരു താക്കീതായിരുന്നു. ഈ പൂർണ്ണമായിട്ടുള്ള 6 സ്റ്റാൻസ ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വന്ദേമാതരം 6 സ്റ്റാൻസുകളും റെസ്റ്റോർ ചെയ്യുന്നു എന്നുള്ള കേന്ദ്രത്തിൻ്റെ പ്രഖ്യാപനം വന്നപ്പോൾ അതിലേറ്റവും വലിയ എതിർപ്പ് അറിയിച്ചിരുന്ന പാർട്ടികളിലൊന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. പിന്നെ കേരളത്തിൽ വലിയ സ്വാധീനമുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളും ഇതിനെ എതിർത്തിരുന്നു. മറ്റ് ഇടതുപക്ഷ പാർട്ടികൾക്കുമൊക്കെ അത്തരത്തിലുള്ള എതിർപ്പുണ്ട്. എന്തായാലും കോൺഗ്രസിൻ്റെ തീരുമാനം ഈ ഗാനത്തിൻ്റെ ആദ്യത്തെ 2 സ്റ്റാൻസയിൽ പ്രകൃതി വർണ്ണനയുള്ള ഭാഗം മാത്രമേ പാടുകയുള്ളൂ. പിന്നീട് നമ്മുടെ രാജ്യത്തിനെ അമ്മയായി കരുതുന്ന, അതിനെ വലിയ പ്രഹരശേഷിയുള്ള ഊർജ്ജ സ്രോതസ്സായി കരുതുന്ന, രാജ്യത്തെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദേവതാ സങ്കല്പങ്ങളായിട്ട് കരുതുന്ന ഭാഗത്തിനെ ഒന്നും നമ്മൾ ആലപിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഈ സ്വാതന്ത്ര്യ ദിനം വന്നപ്പോൾ അത് നടപ്പാക്കിയിരിക്കുന്ന ഒരേ ഒരു സർക്കാർ കേരളത്തിലെ VD സതീശൻ സർക്കാർ മാത്രമാണ്. മറ്റ് 3 കോൺഗ്രസ് സർക്കാരുകൾ കൂടി നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ ആ 3 പേരും അവരുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ഗാനത്തിനെ പൂർണ്ണമായിട്ടും ആലപിച്ചു.
ചുരുക്കി പറഞ്ഞാൽ ഈ ഗാനം എങ്ങനെ ആലപിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം എന്താണോ തീരുമാനിച്ചിരുന്നത്, എന്താണോ ആവർത്തിച്ചു പ്രഖ്യാപിച്ചിരുന്നത്, ആ തീരുമാനത്തിനെ നാലായിട്ട് മടക്കി പിന്നീട് വലിച്ചു കീറി ചുരുട്ടിക്കൂട്ടി ആറ്റിലെറിയുന്ന പരിപാടിയാണ് ഈ മറ്റ് 3 കോൺഗ്രസ് സർക്കാരുകളും കാണിച്ചത്. അതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഈ 3 സർക്കാരുകൾ, ഒന്ന് കർണാടക സർക്കാരാണ്, മുഖ്യമന്ത്രി ശ്രീ DK ശിവകുമാറാണ്. മറ്റൊന്ന് തെലങ്കാന സർക്കാരാണ്, മുഖ്യമന്ത്രി ശ്രീ രേവന്ത് റെഡ്ഡിയാണ്. ഇനിയൊന്ന് ഹിമാചൽ പ്രദേശ് സർക്കാരാണ്, മുഖ്യമന്ത്രി ശ്രീ സുഖ്വീന്ദർ സിംഗ് സുഖുവാണ്. തീർന്നില്ല, കോൺഗ്രസിന് സ്വാധീനമുള്ള, കോൺഗ്രസിന് അംഗങ്ങളുള്ള മറ്റ് ചില മന്ത്രിസഭകൾ കൂടി രാജ്യത്തുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഝാർഖണ്ഡാണ്. 4 കോൺഗ്രസ് മന്ത്രിമാരുള്ള ഝാർഖണ്ഡിൽ ഭരിക്കുന്നത് JMM ആണ്. മുഖ്യമന്ത്രി ശ്രീ ഹേമന്ത് സോറനാണ്. അവരും ഈ ഗാനം പൂർണ്ണമായിട്ട് ആലപിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. ഇനി ഇത് കൂടാതെ ഇതിലുള്ള ദേവതാ സങ്കല്പങ്ങൾ, അതിലുള്ള ഹിന്ദു ബിംബങ്ങൾ, ഇതൊക്കെ വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറയപ്പെടുമ്പോഴും നോക്കുക, ജമ്മു കാശ്മീരിൽ മുഖ്യമന്ത്രിയും മുസ്ലിമുമായിട്ടുള്ള, മുസ്ലിം കോസിന് വേണ്ടി എപ്പോഴും നിന്നിട്ടുള്ള ശ്രീ ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ ഫറൂഖ് അബ്ദുള്ള അടക്കം അവിടെ നിൽക്കുമ്പോൾ ഈ ഗാനത്തിൻ്റെ 6 സ്റ്റാൻസുകളും പൂർണ്ണമായിട്ട് അവിടെ ആലപിച്ചു. അപ്പോൾ പിന്നെ ഇതിൽ എവിടെയാണ് മതവിരോധം എന്നുള്ള കാര്യം ഇതിനെ എതിർക്കുന്ന ആൾക്കാർ തന്നെ പറയേണ്ടതാണ്. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകകരമായിട്ടുള്ള കാര്യം, ഇതിൽ ഏതെങ്കിലും കോൺഗ്രസ് സർക്കാരുകൾ കോൺഗ്രസിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് ഈ ഗാനത്തിനെ പൂർണ്ണമായിട്ട് ആലപിക്കാൻ തീരുമാനിച്ചുവെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് AICCക്ക് അവസരമില്ല എന്നുള്ളതാണ്. കാരണം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഡൽഹിയിൽ AICCയുടെ കേന്ദ്ര ആസ്ഥാനത്ത് നടത്തിയിരുന്ന ചടങ്ങിലും വന്ദേമാതരം ആലപിക്കപ്പെട്ടു. കോൺഗ്രസിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായി ബുദ്ധിയുള്ള, ദേശസ്നേഹം നന്നായിട്ടുള്ള ആരോ ആ ഗാനത്തിൻ്റെ 6 സ്റ്റാൻസയും പൂർണ്ണമായിട്ട് അവിടെ പാടുന്നതിന് അല്ലെങ്കിൽ പ്ലേ ചെയ്യുന്നതിന് തീരുമാനിച്ചു എന്നുള്ളതാണ്. അവിടെ ചില അസ്വസ്ഥതകളും മറ്റുമൊക്കെ അവിടെ നമ്മൾ കണ്ടതാണ്. സാധാരണ ഇങ്ങനെ ഗാനം പാടുന്ന സമയത്ത് അല്ലെങ്കിൽ അത് റെക്കോർഡ് പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ എണീറ്റ് ബഹുമാനത്തോടു കൂടി നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പക്ഷേ അവിടെ സോണിയാഗാന്ധിയുടെ ബോഡി ലാംഗ്വേജ് കാണുന്ന ആൾക്കാർക്ക് അവരെന്തോ അസ്വസ്ഥത പ്രകടിപ്പിച്ചതുപോലെയാണ് തോന്നിയത്. അത് മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് വിമർശന വിധേയമായിരുന്നു. അതിൻ്റെ പേരിൽ ഈ പൂർണ്ണമായിട്ട് ഈ ഗാനം ആലപിച്ചു എന്നതിൻ്റെ പേരിൽ ഇവിടെ മലയാളിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ വക്താവ് ശ്രീ രാജു P. നായർ രാജ്യത്തോടൊന്നാകെ മാപ്പ് ചോദിക്കുകയും ഒക്കെ ചെയ്തു. ഒരു ദേശീയ ഗീതം പാടുന്നതിന്, കോൺഗ്രസിൻ്റെ ആത്മാവായിരുന്ന ഒരു ഗാനം പാടുന്നതിൻ്റെ പേരിൽ ഇന്നത്തെ തലമുറയിലുള്ള ഒരു കോൺഗ്രസ്സുകാരൻ രാജ്യത്തിനോട് മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിൻ്റെ ദേശസ്നേഹം ഏത് വഴിക്ക് പോയി എന്നാണ് നമ്മൾ അവരോട് ചോദിക്കേണ്ടത്. എന്നാൽ കോൺഗ്രസിൻ്റെ ചില നേതാക്കളുടെ, ജയറാം രമേശ് പോലെയുള്ള ചില നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് പിന്നീട് വന്നിരിക്കുന്ന വാർത്തകളിൽ അവർ പറയുന്നത് സോണിയാഗാന്ധി ഈ ഗാനത്തിനെ തടസ്സപ്പെടുത്താനല്ല ശ്രമിച്ചത്, മറിച്ച് അവിടെ കസേര കൊണ്ടുവരണമെന്നോ കസേര കൊണ്ടുവരണ്ട എന്നോ ഒക്കെയാണ് പറഞ്ഞത് എന്ന്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ മറ്റ് പലതരത്തിലുള്ള എക്സ്പ്ലനേഷനുകൾ കൊണ്ട് നിറയുകയാണ്. അതായത് ഈ പാട്ട് നിർത്തണ്ട പൂർണ്ണമായിട്ട് പാടൂ എന്നാണ് സോണിയാഗാന്ധി പറഞ്ഞത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും ഒരു ദേശീയ ഗീതം ആലപിക്കപ്പെടുന്ന സമയത്ത് അതിൻ്റെ ഒരു ഡെക്കറം കീപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട്. അത് സോണിയാഗാന്ധിയിൽ നിന്നോ മല്ലികാർജ്ജുൻ ഖാർഗെയിൽ നിന്നോ അവിടെ ഉണ്ടായിരുന്ന മറ്റു ചില ആൾക്കാരിൽ നിന്നോ കണ്ടില്ല എന്നുള്ളത് പ്രധാനമാണ്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് നല്ല അനുസരണയുണ്ടായി, അത് നമ്മൾ കണ്ടതുമാണ്. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ആത്മാവായിരുന്ന ഒരു ഗാനം, അതിൻ്റെ DNA-യിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു ഗാനം, ആ ഗാനത്തിനെ ഒഴിവാക്കാനായിട്ട് ആര് ശ്രമിച്ചാലും അത് നടക്കില്ല എന്നുള്ളതാണ്. കാരണം അത് ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഉള്ള ഒരു ഗാനമാണ് വന്ദേമാതരം. അത് ഇന്നത്തെ തലമുറയിലുള്ള കോൺഗ്രസ്സുകാർ വിചാരിച്ചതുകൊണ്ട് മാത്രം കോൺഗ്രസിൻ്റെ DNA-യിൽ നിന്ന് മാറിപ്പോവുകയില്ല. അതുകൊണ്ടാണ് DK ശിവകുമാറും രേവന്ത് റെഡ്ഡിയും സുഖ്വീന്ദർ സുഖുവും ഒക്കെ അത് പാടിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാവുമല്ലോ കോൺഗ്രസിന് AICC ആസ്ഥാനത്ത് പോലും അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതിരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങളുടെ കേന്ദ്ര ആസ്ഥാനത്ത് ഒരു ഗാനത്തിൻ്റെ ആലാപനത്തിനെ നിയന്ത്രിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ഈ രാജ്യം എന്ന് ഭരിക്കാനാണ്, എങ്ങനെ ഭരിക്കാനാണ് എന്നുള്ള ചോദ്യം കൂടി ഇവിടെ ബാക്കിയാവുകയാണ്. ഇവിടെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ ഗാനത്തിനെ പൂർണ്ണമായ അർത്ഥത്തിൽ അതിൻ്റെ സ്പിരിറ്റിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ അന്തസത്ത പൂർണ്ണമായും സ്വാംശീകരിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള തീട്ടൂരങ്ങളെയെല്ലാം കരിച്ച് ചാമ്പലാക്കി കളഞ്ഞ കോൺഗ്രസിൻ്റെ ചുണക്കുട്ടികളായിട്ടുള്ള ആ 3 മുഖ്യമന്ത്രിമാർക്കും ഒരു ബിഗ് സല്യൂട്ട് പറയുന്നു. ഒപ്പം ഈ ഗാനത്തിനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ആലപിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിലും, അത് തദ്ദേശഭരണ രംഗത്താണെങ്കിലും ഇനി ഓരോ സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ആൾക്കാരാണെങ്കിലും അവരോടെല്ലാമുള്ള ഒരു ഭാരതീയൻ എന്ന നിലയിലുള്ള ഈ വന്ദേമാതരത്തിൻ്റെ ആത്മാവ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളെന്ന നിലയിൽ ബിഗ് സല്യൂട്ട്. ജയ് ഹിന്ദ്, വന്ദേമാതരം.